നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാമ്പ് കടിയേറ്റ് മരിച്ച ആൽജോയുടെ സഹോദരന്റെ ആരോഗ്യനിലയിൽ പുരോഗതി എന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആശ്വാസ വാർത്ത തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനോഷി എന്ന 10 വയസ്സുകാരന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും കണ്ണു തുറക്കുന്നുണ്ട് എന്നും പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. മരുന്നുകളോട് ശരീരം പ്രതികരിച്ചു തുടങ്ങി. ചികിത്സയ്ക്ക് മെഡിക്കൽ സംഘം രൂപവൽക്കരിച്ചിട്ടുണ്ട്. അതിനിടെ കോടാലിയിൽ പാമ്പിനെ തുരത്താൻ വീടിന്റെ പരിസരത്ത് തീയിട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് തീയിട്ടത്. 8 വയസ്സുകാരൻ വീടിനകത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. രണ്ടാമതും വീട്ടിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത്. ഒട്ടേറെ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. സംസ്കാര ചടങ്ങിന് ശേഷം വൈകിട്ട് 5-ന് ആരംഭിച്ച തെരച്ചിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീടിനരികിൽ ചിതൽ പിടിച്ചുകിടന്ന 2 തെങ്ങിൻ കട്ടകൾ പൊളിച്ചു ചെറിയ മതിലിനടിയും ചുറ്റുവട്ടവും തെരച്ചിൽ നടത്തി. ഇതോടെയാണ് തീയിട്ടതും. വനത്തോട് ചേർന്ന ഒറ്റനില വീടാണ് കുട്ടിക്ക് പാമ്പ് കടി ഏറ്റത്. തൃശൂർ കോടാലി സ്വദേശിയായ സിൽജോ ജോൺസി ദമ്പതികളുടെ 2 മക്കളാണ് കിടപ്പുമുറിയിൽ പാമ്പുകടി ഏറ്റത്. തലയിണയ്ക്കുള്ളിലായിരുന്നു പാമ്പ് ഉണ്ടായിരുന്നത്. 8 വയസ്സുകാരൻ അൽജോയ്ക്കും 10 വയസ്സുകാരൻ അനോഷിനും കടിയേറ്റു. അൽജോയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അൽജോയുടെ മരണം പാമ്പ് കടിയേറ്റതാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. അൽജോയുടെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് വീട്ടുവരാന്തയിൽ മറ്റൊരു പാമ്പിനെയും കണ്ടെത്തി. ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെയാണ് കണ്ടെത്തിയത്. അൽജോയുടെ മൃതദേഹം സംസ്കരിച്ചു. നാടിനെ ഒന്നാകെ കണ്ണീരാഴ്ത്തിയ വിടവാങ്ങലായിരുന്നു അൽജോയുടേത്. കടമ്പോട് ALP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അൽജോ. അനോഷ് 4ാം ക്ലാസ് വിദ്യാർത്ഥിയും. ഇവർക്ക് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഒരു സഹോദരിയുമുണ്ട്. വനത്തോട് ചേർന്നുള്ള ഒറ്റനില ടെറസ് വീടാണ് ഇവരുടേത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടെ കുട്ടികൾക്ക് വയറുവേദനയും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും അനുഭവപ്പെട്ടു. രാത്രി പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ കുഴപ്പമാണ് എന്ന് ആദ്യം സംശയിച്ചു. വായിൽ നിന്ന് നുരയും പതയും വന്നതോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം അൽജോയുടെ മരണം പാമ്പ് കടിച്ചതു മൂലമാണെന്ന് സ്ഥിരീകരിച്ച പ്രാഥമിക റിപ്പോർട്ട് അൽജോയുടെ പിൻഭാഗത്ത് 2 അടയാളങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത് പാമ്പ് കടിയേറ്റതിന്റെ സൂചനയാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം പാമ്പിൻ വിഷം പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. വിഷാംശം സ്ഥിരീകരിക്കാൻ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുട്ടിയുടെ കൈത്തണ്ടയിൽ കടിയേറ്റതിന് സമാനമായ പാടുണ്ടായിരുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും അതുതന്നെയാണ് പറയുന്നത്. എന്തായാലും വീടിന് ചുറ്റും ഇപ്പോൾ തീയിട്ട നിലയിലാണ്.